ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴക്കാരൊക്കെ മൂടിയിരിക്കുകയാണ്. ഇപ്പം മഴക്കാലമാണല്ലോ, എന്നാലും വലിയ മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല കേട്ടോ ഇവിടെ. പിന്നെ ഞാനിന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ബ്രെഡ് ഓംലേറ്റ്. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടോ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 2 മുട്ട വേണ്ടി വരുമായിരിക്കും. അത് നമുക്കിത് അടിച്ച് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാനായിട്ട് സബോള ഒരു വലിയൊരു സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഞാൻ കുറച്ച് പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ടത് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഇതെല്ലാം കൂടെ ഈ സബോളയും ഈ ക്യാരറ്റും എല്ലാം വളരെ ചെറുതായിട്ടൊന്ന് സബോളയും ക്യാരറ്റും എല്ലാം വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ക്യാരറ്റും സബോളയും എല്ലാം വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും അതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 2 കരിയാപ്പിലയുടെ ഇലയും കൂടെ ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുവാണ് കേട്ടോ. ഇതും കൂടി ഒന്ന് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക. കരിയാപ്പിലയൊക്കെ ചേർക്കുന്നത് നല്ലതാണല്ലോ, നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കരിയാപ്പിലയൊക്കെ ചേർക്കുന്നതെല്ലാം. അതും ഒന്ന് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞിടാം. ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടു. അതിന് ശേഷം നമുക്കൊരു ചീനിച്ചട്ടി അടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതൊന്ന് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചീനിച്ചട്ടി ഗ്യാസിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മതിയാവും, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ഞാൻ ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചത് ഇടുവാണ് കേട്ടോ. എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ബ്രെഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇത് സബോളയും ക്യാരറ്റും എല്ലാം കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് വരേണ്ടവർക്ക് അതനുസരിച്ച് വഴറ്റിയെടുക്കാം. ഞാനിത് പകുതിയായിട്ടൊന്ന് വഴറ്റിയാണ് എടുക്കുന്നത്, ഒത്തിരി അങ്ങ് വേവിക്കുന്നില്ല കേട്ടോ. അതേപോലെ എടുക്കുക. ഇതിപ്പോൾ കുറച്ച് പകുതി വേവിൽ ഞാനിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് വെന്ത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. തീ നമുക്ക് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് അതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് പാലാണ് കേട്ടോ കൊടുത്ത്. ഈ ഗ്ലാസ്സിലെടുത്തേക്കുന്നതിൽ 1/4 ഗ്ലാസ് പാൽ ഞാനും കൂടെ ഒഴിച്ചു കൊടുത്തു. അതുകൂടെ നമുക്കിതിലേക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ മധുരം വേണ്ടവർക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. മധുരം വേണ്ടവർക്ക്. ഞാൻ മധുരം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് മധുരം ഇല്ലാതെ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു ദോശക്കല്ല് എടുത്ത് വെച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ് കേട്ടോ. എണ്ണയൊന്ന് തടവി കൊടുക്കാം. എണ്ണയൊന്ന് ഇതിലൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതാ ബ്രെഡ് ഇതിൻ്റെ അകത്തുനിന്ന് മുക്കിയിട്ട് നമുക്ക് ആ ദോശക്കല്ലിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. 2 സൈഡും ഒന്ന് ഒരുപോലെ മുക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. തുറന്നും വെച്ച് കൊടുത്തു. അതിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക.
തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഇതിങ്ങനെ ആക്കി കൊടുത്തു. അതുപോലെ തന്നെ അടുത്തതും ഒരെണ്ണം കൂടെ നമ്മൾ ഇതേപോലെ തന്നെ ഇതിൽ മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചൊന്ന് മുക്കി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിലെല്ലാം നമുക്ക് ഇതൊന്ന് തൂത്ത് കൊടുക്കാം. മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്തത് നമുക്കിതിലേക്ക് തൂത്ത് കൊടുക്കാം. നിങ്ങളുണ്ടാക്കുന്ന ഇതിൻ്റെ അളവിൻ്റെ അനുസരിച്ച് നമുക്ക് മുട്ടയുടെ എണ്ണം കൂടുതൽ വേണ്ടി വരും കേട്ടോ. ഇതിലേക്കൊന്ന് തൂത്ത് കൊടുത്തു. ഒന്ന് തീ ഒന്ന് കൂട്ടി വയ്ക്കാം കേട്ടോ. ഒരു വശമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതേപോലെ ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മറിച്ചിടാം. ഇതിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ മൂത്ത് നല്ല ഇതായിട്ട് കിട്ടണം കേട്ടോ. തീ വളരെ ലൈറ്റ് കുറച്ച് വേണം ഇത് വയ്ക്കാനായിട്ട്. തീ ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ തീ കുറച്ച് വെച്ച് തീ ചെറുതായിട്ട് നമുക്കിതേപോലെ എടുക്കാം. 4 മണിക്കൊക്കെ ആണെങ്കിൽ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഓംലേറ്റ് എല്ലാം റോസ്റ്റ് ഓംലേറ്റ് വെച്ച് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 4 മണിക്കൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 4 മണിക്കോ വൈകുന്നേരം രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയോ നമുക്കിതേപോലെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഇത് പച്ചക്കറികളൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓംലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ മുട്ട ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മൈദപ്പൊടി കലക്കിയിട്ട് അതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ മുക്കി നമുക്ക് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ബ്രെഡ് ഓംലേറ്റ് റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് ഓംലേറ്റ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊരു പ്രോത്സാഹനം കൂടി തരിക കേട്ടോ. താങ്ക് യു.